ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അഫ്സലാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ട്രിപ്പ് വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ അല്ല. ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയായ ജുപ്പിറ്റർ 110, അതായത് 110 cc ബേസ് മോഡൽ വണ്ടിയുടെ ഞാൻ ഉപയോഗിച്ച് കൊണ്ടിരിക്കുമ്പോഴുള്ള എൻ്റെ ഈ അനുഭവം. ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് 3 മാസമായി. അപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക, മുഴുവനായിട്ട് കേൾക്കുക. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ജുപ്പിറ്റർ ബേസ് മോഡൽ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പം 3 മാസമായല്ലോ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം, നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ആദ്യത്തെ ഒരു 2 ആഴ്ച 3 ആഴ്ച എനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ വണ്ടി കുറേ നേരം നിർത്തിയിട്ടതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട്. പക്ഷേ വലിയ പ്രശ്നമല്ല, ചെറിയൊരു പ്രശ്നം. പിന്നെ ഇതിൻ്റെ എനിക്ക് കിട്ടിയപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം, ഹെഡ് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നേരെ നമ്മൾ ഡിം ചെയ്യുന്ന സമയത്ത് വളരെ ദൂരത്തേക്ക് പോകുമായിരുന്നു. അതിനെ പിന്നെ സർവീസ് ചെയ്യുന്ന സ്ഥലത്ത് പോയി, TVSൻ്റെ ഷോറൂമിൽ പോയി ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ലൈറ്റ് ഒന്ന് താത്തി തന്നു. പിന്നെ വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തില്ല. നല്ല മൈലേജ് ഉണ്ട്, നല്ല സൂപ്പറാണ്. പിന്നെ വെയിറ്റ് കുറവാണ് എന്നുള്ളൊരു പോരായ്മയുണ്ട്. ഇതിന് വെയിറ്റ് കുറവാണ്, വളരെ 110 cc ആണുള്ളൂ. അതുകൊണ്ട് അതുമാത്രമല്ല, ഇതിൻ്റെ ബോഡി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ മെറ്റൽ ബോഡിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക്കാണ് വരുന്നത്, ഇതും പ്ലാസ്റ്റിക്കാണ്, ഇതും മെറ്റലാണ് വരുന്നത്. പിന്നെ പറയത്തക്ക, പിന്നെ പെട്രോൾ പമ്പ് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. പെട്രോൾ ടാങ്ക് ഈ ഭാഗത്തായതുകൊണ്ട് സൗകര്യമാണ്, നമുക്ക് ഇറങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല. പെട്രോൾ പമ്പ് നമുക്ക് അവിടുന്ന് താക്കോൽ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് തുറന്നു വരും. പിന്നെ എന്താണ് ഉള്ളത് അടുത്തത്, മറ്റ് കുറ്റമായിട്ടൊന്നും പറയാനൊന്നുമില്ല. കുറ്റം പറയുന്നതല്ല, ഇതിൻ്റെ നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ പറയണമല്ലോ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നല്ല വണ്ടി കേട്ടോ, നല്ല വണ്ടി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ചിലപ്പോൾ എല്ലാ വണ്ടിക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ LED ലൈറ്റ് ആയതുകൊണ്ട് രാത്രി നല്ല വിസിബിലിറ്റിയാണ്. ഇപ്പോൾ നല്ല നിറമുണ്ട്, റോട്ടിലൊക്കെ ഇറങ്ങിയാൽ നല്ല ലൈറ്റാണ്. പിന്നെ എന്താണ് പറയാനുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.